ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി പറയേണ്ട അമ്മായി ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും പറയാം, പക്ഷേ എനിക്കിത് ഇന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ പോകണം. എന്നാൽ പോവാൻ നോക്ക്, ഇവിടെ നിന്ന് കിണുങ്ങാതെ എന്ന് പറഞ്ഞിട്ട് അമ്മായി പറയുമ്പോൾ ശ്രുതിക്ക് അത് ഫീൽ ആവാട്ടോ. ശ്രുതി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. ആകാശനെ വിളിക്കണം, ആകാശനോട് സംസാരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും തങ്കഞ്ചേട്ടൻ വരുവാട്ടോ. മോളെ ശ്രുതി, മോള് പോകാൻ നിൽക്കുവാണോ? അതേ തങ്കഞ്ചേട്ടൻ, ദേ മോൾക്ക് തരാൻ വേണ്ടിയിട്ട് അശ്വിൻ സാറിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരാൾ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചതാണ്. അശ്വിൻ സാറിൻ്റെ കമ്പനിന്നോ? അതെ, ഏതോ ഒരു സ്റ്റാഫാണെന്ന് തോന്നുന്നു, ഇത് മോൾക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെയോ, ശരി തങ്കം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കുകയാണ്. അപ്പോഴേക്കും അമ്മായി വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. എന്താ തങ്ക നീ വന്നത്? അത് അശ്വിൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിരുന്നു ശ്രുതി മോൾക്ക് 2 കവർ കൊടുക്കാൻ വേണ്ടി, അത് തരാൻ വേണ്ടി വന്നതാണ്. അതിനെന്താ, നീ എന്താ അശ്വിൻ സാറിൻ്റെ കമ്പനി ചേർന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും തങ്കം ചേട്ടൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ചേർന്നതല്ല എൻ്റെ രാധയെ. നിൻ്റെ രാധയെന്നോ? അല്ല, ഞാൻ ചേർന്നതൊന്നല്ല, ഇതൊരാൾ തന്ന് വിട്ടതാ. ശരി ശരി, കവറൊക്കെ തന്നില്ല, എന്നാൽ പോകാൻ നോക്ക് എന്ന് അമ്മായി പറയാണ്. അങ്ങനെ തങ്കച്ചേട്ടൻ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ശേഷം ആ കവർ നോക്കുമ്പോഴേക്കും അതിലൊരെണ്ണം അമ്മായിക്കുള്ള കവറാണ്, ഒരെണ്ണം ശ്രുതിക്കുള്ള കവർ. ഇത് അമ്മായിക്കുള്ള കവറാണ്. എനിക്കുള്ളതോ? അതെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അമ്മായി ആ കവർ മേടിക്കുകയാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കവർ തുറന്ന് നോക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രീതിയുടെയും ആകാശിൻ്റെ കല്യാണത്തിൻ്റെ വലിയൊരു ഫോട്ടോ ആട്ടോ. അത് കാണുന്ന അമ്മായിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഹായ്, ഇത് കല്യാണ ഫോട്ടോ ആണല്ലോ എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി ഇങ്ങനെ പറയണ്ട, അപ്പം അമ്മായിക്ക് അയച്ചേക്കണത് കല്യാണ ഫോട്ടോ ആണ്, അപ്പോൾ എനിക്ക് എന്താണോ അയച്ചേക്കണത് എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് നോക്കുവാണ്. തുറന്ന് നോക്കണം ശ്രുതി ഞെട്ടിപ്പോട്ടോ. അത് ഡിവോഴ്സ് നോട്ടീസാണ്. എൻ്റെ ഈശ്വര, ഡിവോഴ്സ് നോട്ടീസോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അശ്വിൻ്റെ ഫോൺ മൊബൈലിലേക്ക് വരുവാട്ടോ. ഹലോ ശ്രുതികുമാരി ലക്ഷ്മി, ഞാൻ കൊടുത്തയച്ച സംഭവം കയ്യിൽ കിട്ടിയായിരുന്നല്ലോ അല്ലേ? അമ്മായിക്ക് കൊടുത്തയച്ചത് ഫോട്ടോ ആയിരുന്നു. നിൻ്റെ അമ്മായത് കണ്ടല്ലോ, അതെന്തിനാ ഫോട്ടോ കൊടുത്തയച്ചതെന്ന് അറിയാവോ? ഫോട്ടോയെ കണ്ട് അവർ സന്തോഷിക്കണം. കല്യാണ ഫോട്ടോ, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് അവർ സന്തോഷത്തിൻ്റെ ആ ഒരു മുൾമുനയിലിരിക്കുന്ന സമയത്താണ് നിൻ്റെ കയ്യിൽ പേപ്പർ തന്നത്. കാരണം ആ സന്തോഷമൊക്കെ അസ്തമിക്കാൻ ഒരു സെക്കൻഡ് മതി എന്ന് അറിയിക്കാനാണ് നിനക്ക് ഞാൻ ഡിവോഴ്സ് നോട്ടീസ് തന്നത്. അതുകൊണ്ട് തന്നെ നീ വളരെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. 5 മണി വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നീ വീട്ടിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി അശ്വിൻ സാറാമിൻ്റെ കുടുംബത്തിൽ ഭദ്രമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി നിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കും. നിനക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയേണ്ട, ഒരിക്കലും നിങ്ങൾ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അത് നിനക്ക് എന്തുകൊണ്ട് സംഭവിക്കില്ലെന്ന് നീ പറയുന്ന എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ? നീ എൻ്റെ കമ്പനി ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞു നിന്നെ കൊണ്ട് ഞാൻ റിസൈൻ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തില്ലേ? അതിനുശേഷം പ്രീതിയുടെയും ആകാശിൻ്റെ വിവാഹം നടക്കാനായിട്ട് മനോരമാൻ്റിനെ കൺവീൻസ് ചെയ്ത് സമ്മതിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പ് തന്നു. അതുപോലെ തന്നെ നീ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ മനോരമാൻ്റിനെ കൊണ്ട് വിചാരിപ്പിച്ച് നടപ്പിച്ചില്ലേ? അവിടെ കല്യാണം നടത്താൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവരുടെ കല്യാണം രണ്ട് വഴിക്കാക്കാനും എനിക്ക് പറ്റും. അത് നീ ആലോചിച്ചോ? അശ്വിൻ സാറ് വെറുതെ ഒരു പറയത്തൊന്നുമില്ല, ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും പറയുകയുള്ളൂ, അതുപോലെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുവാട്ടോ. അത് കേൾക്കണം ശ്രുതി ആകെ ടെൻഷനാവാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശിനെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഹലോ ആകാശ് സാർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഓഫീസിലുണ്ട് ശ്രുതി. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകാശ് സാറിനൊന്ന് കാണണമെന്ന്, അത്യാവശ്യമായിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് മുമ്പ് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യാവോ? തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഇല്ലേ, അങ്ങോട്ടേക്ക് വരാമോ എന്ന് പറയുന്നത്. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ശ്രുതി പറയാം കേട്ടോ. ആകാശ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണാവോ, വല്ല പ്രശ്നം ഉണ്ടാവോ എന്തോ? കുറച്ച് മുമ്പ് വരെ പ്രീതി വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ എന്താണാവോ പ്രശ്നം എന്നൊക്കെ ആകാശ് ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം ആകാശ് ആ റെസ്റ്റോറൻറ്റിൽ ശ്രുതിനെയും കാത്തിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അവരുടെ ഒരു ക്ലയൻറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ ആകാശ് സാർ, അപ്പോൾ നമ്മളെല്ലാം എഗ്രിമെൻ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇനി ഇതിൽ സൈൻ ചെയ്യണമെന്ന് പറയാണ്. ഓക്കെ, അതിനെന്താ സൈൻ ചെയ്യാലോ എന്ന് ആകാശ് ആ ക്ലയൻറ്റിനോട് പറയാണ്. അപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ, എന്താ ചേട്ടൻ വന്നോ? ചേട്ടന് തിരക്കുണ്ട്, എന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വന്നു, ആ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ വിചാരിച്ചു. ആകാശ്, പിന്നെ ഈ പേപ്പേഴ്സൊക്കെ നീ വായിച്ചു നോക്കിയതാണല്ലോ അല്ലേ? സൈൻ ചെയ്യാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, എങ്കിൽ സൈൻ ചെയ്യാം എന്ന് പറയാണ്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ആകാശ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വക്കീൽ വരും, കാര്യങ്ങൾ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തണമല്ലോ. നമ്മൾ ഇത്രയും വലിയൊരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുകയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിനെ ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഒന്നും കൂടി സൈൻ ചെയ്യണമെന്ന് പറയാണ്. ശരി ഏട്ടാ, എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു വക്കീലും കൂടി ഇടപെടണം നല്ലതായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവരുടെ സംസാരിച്ചുകൊണ്ട സമയത്ത് ശ്രുതി ആ റെസ്റ്റോറൻറ്റിലേക്ക് വരും കേട്ടോ. റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ശ്രുതി ഞെട്ടിപ്പോകാണ്. ഹായ് ആകാശ് സാർ എന്ന് പറഞ്ഞാൽ കൈ കാണിക്കുമ്പോൾ തന്നെ ആകാശിൻ്റെ തൊട്ടപ്പുറത്ത് അശ്വിന് നിൽക്കുക കേട്ടോ. ഹായ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കൈ കാണിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ
അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആകാശ് ഇനി എന്തിനാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, സൈൻ ചെയ്യുമെന്ന് പറയാണ്. വേണ്ട ആകാശ് സാർ, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, നിങ്ങൾ എനിക്ക് വാക്കുന്നതൊക്കെ മറന്നോയോ? അയ്യോ ശ്രുതി സോറി കേട്ടോ, ഒരു മീറ്റിംഗ് പെട്ടെന്നാണ് അറേഞ്ച് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വരും. അയ്യോ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇതിൽ സൈൻ ചെയ്യണം എന്തിനാണ്, ഇത് എഗ്രിമെൻ്റ് അല്ലേ, ചേട്ടൻ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്, അതുകൊണ്ട് സൈൻ ചെയ്തേ പറ്റൂ. സാർ ഇത് ഫുള്ളും വായിച്ചു നോക്കിയായിരുന്നു, അതിനെന്താ കുഴപ്പം എന്ന് ആകാശ് ചോദിക്കുമ്പോൾ, സാർ ഇതൊന്നും ശരിയല്ല കേട്ടോ, ഞാൻ എൻ്റെ ചേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്യും ശ്രുതി, അതുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. അല്ല ഇതെന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴേക്കും, ഓ സാറിന് ഇതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷേ ഇത് നിസ്സാരമല്ല സാർ, ഒപ്പിടരുത് സാർ, ഒപ്പിടരുത് എന്ന് പറയാണ്. പക്ഷേ ആകാശ് അതിൽ ഒപ്പിടുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ആകാശിനോട് ചോദിക്കേണ്ട, പ്രീതി ശ്രുതിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോൾ, അത് പിന്നെയെന്ന് പറയുമ്പോഴേക്കും, ആകാശ് നിന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്, അവിടെ വേറൊരു ക്ലയൻറ്റ് വന്ന് കാത്തിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിടുന്ന മുമ്പ് അശ്വിൻ ആകാശിൻ്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അശ്വിൻ്റെ ഫോൺ ആകാശിൻ്റെ ഫോൺ അശ്വിൻ്റെ അടുത്തേക്ക് വെക്കുവാണ്. അതിനുശേഷം ആകാശിൻ്റെ ഫോൺ എടുത്ത് മാറ്റിയതിന് ശേഷം അശ്വിൻ ആകാശിനോടൊന്ന് പറഞ്ഞേക്കുക കേട്ടോ. പിന്നീട് അശ്വിൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇതിൽ ആകാശ് ഒപ്പിടിപ്പിച്ചു, ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് നിൻ്റെ ചേച്ചിയും കൂടി ഒപ്പിട്ടതിനാൽ കാര്യങ്ങൾ തീർന്നു എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞിട്ട്, ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളൊന്നും അല്ലെന്ന് പറയുമ്പോൾ, ഇത് ഇത്രയും നടത്താമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടെ നടത്താൻ എനിക്കറിയാം, നീ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, നീ നോക്കിക്കോ, 5 മണിയാവാൻ ഇനി വെറും 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ, അതിനുള്ളിൽ നീ വീട്ടിലെത്തിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി കൂടി ഈ പേപ്പറിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒപ്പിടും, പിന്നെ അവർ തമ്മിൽ രണ്ട് വഴിക്കാവും, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയം നമ്മുടെ മനോരമയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ പ്രീതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതേ നോക്കി ഇവിടുത്തെ മൂത്ത മരുമോൾ ഞാനാണ്, ഞാൻ പറഞ്ഞത് മാത്രം നീ അനുസരിച്ചാൽ മതി, നിൻ്റെ അനിയത്തി എവിടേക്കാടി പോയതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എന്ന് പറയാണ്. അവൾക്ക് തോന്നിയ പോലെ പോവാം, തോന്നിയ പോലെ വരാം, എല്ലാം രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഓരോന്നൊക്കെ ചെയ്യണത് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനോരമ നിനക്ക് വായി തോന്നിയതൊന്നും വിളിച്ച് പറയല കേട്ടോ, നോക്ക് നീ ഇവിടുത്തെ മരുമോളാണ്, അതുപോലെ തന്നെ പ്രീതിയും ഇവിടുത്തെ മരുമോളാണെന്ന് പറയാണ്. എൻ്റെ അമ്മേ, ഞാൻ അമ്മയുടെ മരുമോളാണ്, എൻ്റെ മരുമോളാണ് ഇവൾ, അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം ഇവൾക്കുള്ളൂ, അങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും ഒരുപോലത്തെ സ്ഥാനമാണെന്ന് മുത്തശ്ശി പറഞ്ഞു. ഓഹോ, അപ്പം അമ്മ എന്നെയും ഇവളെയൊക്കെ ഒരുപോലെയാണ് കാണുന്നതല്ലേ? അതെ, എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്, ഇതൊന്നത്ര ശരിയല്ല അമ്മ, ഇതൊന്നത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോവാണ്. നീ എല്ലാവരെയും കയ്യിലെടുത്തല്ലേടി, എൻ്റെ മോനെ കയ്യിലെടുത്ത്, മുത്തശ്ശിനെ കയ്യിലെടുത്ത്, ഇവിടെയുള്ള എല്ലാവരും കയ്യിലെടുത്ത്, കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഇവളുള്ള അനിയത്തിയൊക്കെ മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെറുപുറത്തോണ്ട് മനോരമ അവിടെ നിന്ന് പോകട്ടെ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉറിഞ്ഞു തുള്ളി പോവാണ്. പ്രീതിയാണെങ്കിൽ അത് കേട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യേ നീ എന്തിനാ കരയണത്, അവളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അവളെ പറഞ്ഞ് നേരെയാക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല, അവളെ മനസ്സിലാക്കി തിരുത്താനും പറ്റില്ല, അവളെ നേർ വഴിക്ക് കൊണ്ടുപോകാനും പറ്റില്ല, അപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലെന്ന് നടിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അത് അത്രേ ഉള്ളൂ എന്ന്. അവൾ പറഞ്ഞതൊന്നും കാര്യത്തിലെടുക്കണ്ട, ആളൊരു പാവം തന്നെയാണ്, പക്ഷെ കുറേ പേടിയും ടെൻഷനും വിഷമവും സംശയമൊക്കെ ഉള്ളിലുണ്ട്, അതിങ്ങനെ പൊട്ടിത്തെറിച്ച് പറയണമെന്നുള്ളൂ, മുമ്പോട്ട് അങ്ങനെ തന്നെയാണ്, നീ അതൊന്നും കാര്യത്തിലെടുക്കേണ്ട. പിന്നെ ആകാശ് വേണ്ട അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ലല്ലോ കല്യാണം കഴിച്ചത്, അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, അതൊക്കെ മാറിക്കോളും, പ്രീതി ഒന്നും കേട്ട് വിഷമിക്കേണ്ട, അവൾ പറഞ്ഞതൊക്കെ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളഞ്ഞാൽ മതി, അവൾ പറഞ്ഞതൊക്കെ കേട്ട് വിഷമിക്കാൻ നിന്നാലേ അതിനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ശരി മുത്തശ്ശി എന്ന് പ്രീതി പറയുന്നുണ്ട്. അങ്ങനെ പ്രീതി അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.